കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാമത് അധ്യായം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാമത് അധ്യായം. 3-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തെ കാണുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഫോർ എവരിതിങ് ദർ ഈസ് എ സീസൺ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. പിന്നെ കാണുന്നത് 14 വൈരുദ്ധ്യങ്ങളുടെ കാലങ്ങളാണ്. 14 വൈരുദ്ധ്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, ഇടിച്ചു കളയാൻ ഒരു കാലം, പണിയാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പിറക്കി കളയാൻ ഒരു കാലം, കല്ല് പിറക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാക്കാൻ ഒരു കാലം, സൃഷ്ടിച്ച് വയ്പ്പാൻ ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദോഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും. ഏതാണ്ട് 14 കാലങ്ങളാണ് നമ്മളവിടെ കാണുക. 14 കാലങ്ങളെല്ലാം വൈരുദ്ധ്യങ്ങളാണ്, കോൺട്രാസ്റ്റാണ്. ഒരു കാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാലങ്ങളാണ് അവിടെ കാണുക. നമ്മളിത് മനസ്സിലാക്കുന്നു. മനുഷ്യജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, കാലങ്ങളാണ്. കാലങ്ങൾ വരികയും മാറുകയും ഒക്കെ ചെയ്യും. നമുക്കറിയാം 4 കാലങ്ങളാണ് പ്രധാനമായിട്ടും. 4 സീസൺസ് ഈ പ്രകൃതിക്കുണ്ടെന്ന് കാണാം. കുറച്ചുകൂടെയൊക്കെ പാശ്ചാത്യ ലോകത്തത് കൃത്യമായിട്ട് കാണാൻ കഴിയും. നമുക്ക് പൊതുവേ മൺസൂണും വേനൽക്കാലം ഒക്കെയാണ് കാലങ്ങൾ. എന്നാൽ പുറത്ത് വിൻ്ററും സ്പ്രിങ്ങും സമ്മറും ഓട്ടം അഥവാ ഫോൾ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. മനുഷ്യ ജീവിതവും ഇങ്ങനെയാണ്, കാലങ്ങൾ മാറി വരും. മനുഷ്യ ആയുസ്സിന് ഒരായുസ് തികച്ചാൽ 4 കാലങ്ങൾ വരും. ഏതൊക്കെ? എൻപ്രയാണ കാലം, 4 വിരൽ നീളം, ആയതിൻ പ്രതാപം, കഷ്ടത മാത്രം. 4 കാലങ്ങൾ മനുഷ്യനുണ്ട്. മനുഷ്യ ആയുസ്സിന് 4 കാലങ്ങളുണ്ട്. പറയാൻ അറിയാവുന്ന മക്കളൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. എൻപ്രയാണ കാലം 4. എല്ലാവരും കരമെടുത്ത് 4 വിരലൊന്ന് പിടിച്ച്. 4 ഞാൻ പറയുമ്പോൾ അത് കഴിഞ്ഞൊരു മടക്കിക്കോണം. ബാല്യം. ഉറക്കപ്പഴിയാ ഒന്ന് പ്രതികരിച്ചേ. 4 കാലം ഉണ്ടല്ലോ. അല്ല, ബാല്യം കഴിഞ്ഞവർ വിരൽ മടക്കിക്കും. ബാല്യം കഴിഞ്ഞു. യൗവനം കഴിഞ്ഞവർ, ബാല്യം കൗമാരം കഴിഞ്ഞവർ വിരൽ മടക്കിക്കും. മടക്കി. യൗവനം മടക്കിക്കും. കഴിഞ്ഞു, പേടിക്കണ്ട. അമ്മച്ചിക്കൊരു ഡൗട്ട്. യവനം പോയി, അതൊരു പോയി, കുറേ നാളായി, അറിഞ്ഞില്ലല്ലേ? പോയി, യവനം പോയി. ഇനി ഒന്നുകൂടെ ഉള്ളൂ. ഏതാ? വാർദ്ധക്യം. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും ഇനി മടക്കാൻ ഒരു വേറെ ഉള്ളൂ. കുഞ്ഞുങ്ങളൊഴിച്ച് ബാക്കി എല്ലാവർക്കും മടക്കാൻ ഇനിയും കേവലം അതിങ്ങനെ മടങ്ങിക്കൊണ്ട് ഇരിക്കുക. ചിലരുടെ എല്ലാം ആർത്രൈറ്റിസ് വരുന്നതുകൊണ്ട് ഇത്രയും മടങ്ങി ഇരിക്കുകയും ചെയ്യുക. ജോയിൻ്റ് ഏക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നതും. പോട്ടെ. എനിവേ, മനുഷ്യൻ്റെ ആയുസ് എത്ര കാലം? 4 കാലം. അതുകൊണ്ടാണ് നമ്മൾ പാടുക, എൻപ്രയാണ കാലം, 4 വിരൽ നീളം, ആയതിൻ പ്രതാപം, കഷ്ടത മാത്രം, ഞാൻ പറന്നു വേഗം പ്രിയ. അപ്പം മനുഷ്യൻ്റെ ആയുസ് 4. ആ 4 കാലങ്ങളിൽ വൈരുദ്ധ്യങ്ങളുടെ കാലങ്ങളാണ്. ഒത്തിരി കാലങ്ങൾ പറഞ്ഞു. ജനിക്കാനൊരു കാലം. നമുക്കറിയാം, പീച്ചിലെ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിൽ പ്രസവിച്ച് കേൾക്കാൻ തുടങ്ങിയ എല്ലാവരും പ്രസവിക്കും. ആൺപിള്ളേരുണ്ടായ ഒരു സീസണിൽ ആണ് തന്നെ ഉണ്ടാകും. ഇവിടെ അങ്ങനെയൊക്കെയാണോ? പാലക്കാട് നെന്മാറ അവിടെ അങ്ങനെ ആണ് ജനിക്കാൻ തുടങ്ങിയാൽ പടപടാന്ന് ആണ് ജനിക്കും. പെണ്ണ് ജനിച്ചാൽ പിന്നെ പെണ്ണ് ജനിക്കും. പിന്നെ ഒരാൾ മരിച്ചാൽ കുറഞ്ഞതൊരു 3-4 പേര്. അങ്ങനെയാണ് നെന്മാറ. അങ്ങനെ അവർ റാന്നിയില അങ്ങനെ വടക്കും തെക്കും ഒരുപോലെ. ഒരാൾ മരിച്ചാൽ എനിക്ക് തോന്നുന്നു മേളിൽ നിന്ന് വരുന്ന ആൾ ഒന്നിച്ച് പുള്ളി പോകാനുള്ളവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, അങ്ങ് പോകാനായിരിക്കുക. ഏതായാലും ഒരാൾ മരിച്ചാൽ അപ്പം ജനിക്കാനൊരു കാലം, മരിക്കുക. ഇപ്പോൾ ഇത് മരണത്തിൻ്റെ കാലമാണ് കേട്ടോ. കാരണം എത്ര പേരായി? 11,000 പേരായി ഇന്നത്തെ പത്രത്തിൽ കിടക്കുക. അതിന് എത്ര ഉണ്ടെന്ന് അറിഞ്ഞു വരത്തേ ഉള്ളൂ. അതൊക്കെ ഒന്നും ആക്ച്വൽ കണക്കേ അല്ല. ഒരു കണക്കും ആക്ച്വൽ കണക്കല്ല. മരിക്കുന്ന ഒരു കാലം, ഒന്നിച്ച് ഒത്തിരി പേര് പോകുന്ന ഒരു കാലം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരു കാലം കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയുടെയൊക്കെ ഒരു കാലം. അപ്പം കാലങ്ങളിങ്ങനെ മാറി മാറി വരുന്നു. അതുകൊണ്ടാണ് പറയുക, ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം. അതും കേരളക്കാർക്ക് അറിയാവുന്നൊരു. ഒരു കൊല നടന്നാൽ
അന്ന് രാത്രി തന്നെ 24 മണിക്കൂറിനടുത്ത് അടുത്ത കൊല നടത്തും. പിന്നെ അവരൊന്ന് തിരിച്ചടിക്കും. അങ്ങനെ ഒരു 4 കൊല 3 എണ്ണം നടന്നു കഴിയുമ്പോൾ ഒരു സമാധാന ചർച്ചയും ഒക്കെ നടന്ന് പിന്നെ ഒരു 6 മാസത്തേക്കിന് പരിപാടി നിൽക്കത്തില്ല. കൊല്ലാനൊരു കാലം. ഏതായാലും കൊന്ന അന്ന് ഒരു സമാധാന ചർച്ചയും നടക്കത്തില്ല. എന്താ കാര്യം ചോദിച്ചാൽ തിരിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അപ്പോൾ ഒരാളെ കൂടെ തട്ടിയിട്ടേ എന്ത് നടക്കത്തുള്ളൂ? കോംപ്രമൈസ് നടക്കത്തുള്ളൂ. ഇനിയും ആരും ചാകാതിരിക്കാൻ. അപ്പോൾ അതൊക്കെ അൺട്രസ്റ്റഡാണ്. ഇതെല്ലാം അൺട്രസ്റ്റഡായിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ ക്രമീകരിച്ച് പ്രീ പ്ലാൻഡ് കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം നോക്കൂ, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, ഇടിച്ച് കളയാൻ ഒരു കാലം, പിന്നെ പണിയാൻ ഒരു കാലം. ഏതാ പാട്? എളുപ്പം ഏതാ? ഇടിക്കാനോ പണിയാനോ? ഇടിക്കാൻ ഒറ്റ ബുൾഡോസറും ഒരു JCB. പണിയാനോ എത്ര നാളുകൊണ്ട് അവർ പെര പണിയുന്നത്. പൊളിക്കാൻ ഒരു കാലം, ഇടിച്ച് കളയാൻ ഒരു കാലം, പണിയാൻ ഒരു കാലം. ഇത് നമ്മൾ ഓർത്തോണേ. ഏത് വ്യക്തിയും പൊളിക്കാൻ എളുപ്പമാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, പൊളിഞ്ഞു പൊക്കോളൂ. എന്നാൽ പണിയാൻ വലിയ പാടാ. ഏത് ആളിനെയും പൊളിക്കാൻ എളുപ്പമാണ്, പക്ഷേ എന്തിനു പാടാ? പണിയാൻ പാടാ. ഒരു കുടുംബം പൊളിക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ മതി. എടാ, ഒരു ചുമ്മാ ഒരു സഹോദരി എന്നാൽ മതി, നിൻ്റെ ഭർത്താവിനെ ഒന്ന് സൂക്ഷിച്ചോണേ, ഇടയായിട്ട് ഇച്ചിരി എന്തോ ഒരു ചുറ്റിക്കളി ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, അത്രയും പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം നടന്നോളൂ. ഇടിക്കാൻ ഒരു കാലം, പൊളിക്കാൻ ഒരു പാടും വേണ്ട. ചുമ്മാ ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ. ഒരു കൊച്ചിനെ അതിൻ്റെ ആത്മവിശ്വാസം തകർക്കാനും ഇത്രയും മതി. കൊച്ചിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിച്ച് കണ്ണെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോഴാണ് അച്ചായൻ വന്നത്. അമ്മ പറഞ്ഞ് കണ്ടോ പപ്പ, പഠിച്ച് കണ്ണെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ പറഞ്ഞു, സാരമില്ലടി, പേടിക്കേണ്ട, റിസൾട്ട് വരുമ്പം തള്ളി വന്നോളും. റിസൾട്ട് വരുമ്പോൾ എന്തു ചെയ്യും? തള്ളി വരും. പണിയാൻ പാടാ, പക്ഷെ പൊളിക്കാൻ എളുപ്പമാണ്. അപ്പം പൊളിക്കാനൊരു കാലം, പണിയാനൊരു കാലം, കരയാനൊരു കാലം, ചിരിപ്പാനൊരു കാലം. കരയുന്ന കാലം, കരച്ചിൽ വന്നാൽ പിന്നെ കരയുന്നൊരു കാലം. പക്ഷെ നമുക്കിപ്പോൾ ചിരിക്കാൻ പോലും പേടിയാണ് മനുഷ്യർ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ ഈ പെൺപിള്ളേരെ അങ്ങ് കൊന്നുകളയും. ഇപ്പോൾ അതൊക്കെ മാറി. പെൺപിള്ളേർ ഇപ്പോൾ ചിരിക്കേണ്ട പ്രായത്തിൽ ചിരിക്കാൻ സമയം. പണ്ടേ ഒത്തിരി എന്ത് ചെയ്യരുത്? ചിരിക്കരുത്. ചിരിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? കരയേണ്ടി വരും. പക്ഷെ നമ്മളെല്ലാം പറയുന്നുണ്ട്, വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമേ ഇല്ല. എന്നാലും വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു വാക്ക് നമ്മൾ പറയും, ചിരിക്കരുത്, എന്തു ചെയ്യും? കരയേണ്ടി വരും. അങ്ങനെ ഉണ്ടോ? ഇല്ല. ചിരിക്കാനൊരു കാലം, കരയാനൊരു കാലം, കല്ല് പിറക്കി കൂട്ടാൻ, ആലിംഗനം ചെയ്യാൻ, ആലിംഗനം ചെയ്യാതെ ഇരിപ്പാൻ. എന്തൊരു കാലം! കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ ആലിംഗനം ചെയ്തില്ല. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്തു. ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം. പാവം പിടിച്ചൊരു ഉപദേശി പറഞ്ഞു, അതങ്ങ് വിവാദവുമായി, അത്യാവശ്യമാണെങ്കിൽ ഫ്ലൈയിങ് കിസ് കൊടുത്തേക്കാൻ. തമാശ പറഞ്ഞതാ അത്, പക്ഷേ ഇച്ചിരി പ്രയാസമായി. പണിയാനൊരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം. കണ്ടോ? സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാക്കാൻ ഒരു കാലം, കൂട്ടിവെക്കാൻ ഒരു കാലം. പക്ഷെ കൂട്ടിവെക്കുന്നതൊക്കെ പടപടാന്ന് പോകാൻ ഒരു പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. ഒരു MRI, ഒരു സ്കാനിങ്, ഒരു ഓപ്പറേഷൻ, ഒരു ആശുപത്രി, എന്തോ പോവും, മൊത്തം പോവും, ഒഴുകിപ്പോവും. എൻ്റെ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ കുഞ്ഞിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇപ്പം 30 ലക്ഷം കഴിഞ്ഞു. 30 ലക്ഷം കഴിഞ്ഞിട്ട് എവിടെ ആകാനാണ്? ഇപ്പോഴും ആശുപത്രിയിലാണ്. അപ്പോൾ നോക്കൂ, സമ്പാദിപ്പാൻ ഒരു കാലം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിക്കുകയും എറിയുകയും ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 18 വയസ്സ് ആ ഒരു പ്രായത്തിൽ അമ്മയും കൊണ്ടൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ചായൻ ഭയങ്കര കാശാണ്. എൻ്റെ പൊന്നെ, ഒരു കായസഞ്ചി വലിയ എണ്ണത്തിനകത്ത് കാശിങ്ങനെ കൊണ്ടുവന്നിട്ട് പാരപ്പറ്റയിലോട്ട് എറിയുന്ന, ഈ വീടിൻ്റെ ഷെയ്ഡിലോട്ട് എറിയുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എറിയുന്നേ? അദ്ദേഹം പറഞ്ഞ്, കള്ളം വന്നാൽ ലോക്കറി തപ്പും, അവിടെ കുറച്ച് കീറിയ നോട്ട് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോട്ടെ. ഒരാൾ എവിടെ തപ്പത്തില്ല? ഷെയ്ഡേ തപ്പത്തില്ല. പഴയ ചെരുപ്പ്, പാത്രം എല്ലാം ഇവിടെ കിടപ്പുണ്ട്, ഷെയ്ഡ്. അവിടെ അതിനിടയ്ക്ക് കള്ളം കയറുമോ? ഇല്ല. അതുകൊണ്ടാണ് പൈസ അങ്ങോട്ട് എറിഞ്ഞത്. ആണോ? എന്നിട്ടൊരു കുപ്പിയൊക്കെ എടുത്ത് വെച്ച് ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങ് കുട്ടിയും ചീത്തവിളിയും, അതിനിടയ്ക്കൊരു കസേര എടുത്തൊരു തല്ലി ഒരു ഒട്ടിക്കലും. എന്തൊരു കഷ്ടം! പൈസയൊക്കെ ഇങ്ങനെ ഇട്ട് വാരി എറിഞ്ഞതും ഞാൻ കണ്ടു. പിന്നെ പൈസയെല്ലാം പോയെന്ന് കേട്ടു. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാനൊരു രാത്രി ഒരിടത്തു നിന്ന് വരുമ്പോൾ ഇഷ്ടൻ ഈ ചേട്ടായി ഒരു അന്തിക്കടയുടെ രാത്രി നിൽപ്പുണ്ട്. 10-12 ഒരു സമയമായി. അന്തിക്കടയുടെ മുമ്പ് നിൽക്കുക. പഴയ ഇന്നത്തെ വലിയ പുലിയല്ലേ, കണ്ടിട്ടെങ്ങനെ പോവുക. ഇത്രയും വലിയൊരാളല്ലായിരുന്നു. ഞാൻ വന്നപ്പം പെതുക്കെ നിർത്തി. അച്ഛാ, അപ്പോഴത്തെ ഇവർക്ക് ഒത്തിരി ബാങ്ക് പ്രശ്നമായി, ജപ്തിയായി എന്നൊക്കെ കേട്ടു. കടയെല്ലാം പോയി ജപ്തിയായി, എല്ലാം ഇങ്ങനെ കുറേ വാർത്ത കേട്ടു. ജപ്തിയുടെയൊക്കെ പ്രശ്നമുണ്ടല്ലേ.
എന്നാൽ പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു, നീ എന്തോ എന്നെക്കുറിച്ച് ഓർത്തേക്കുന്നേ? എടാ മോനെ, എനിക്കൊരു ഫോൺ മതി കാര്യങ്ങൾ. ഐ നോ ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഞാൻ ഈ ഫോണിൽ കൂടെ ബിസിനസ് നടത്തും. അത് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും, ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ 8 ടണ്ണാണ് കയറ്റി വിട്ടേക്ക്. അത് ഇത്ര കോടി രൂപയുടെയാണ്. അതിൻ്റെ ഇത്ര % കമ്മീഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് കമ്മീഷൻ ഇറ്റ്സെൽഫ് കംസ് അറൗണ്ട് 20 to 30 lakhs rupees. And that money will be credited into my account within 2 weeks. Then things will be all right. ഞാൻ ഇങ്ങോട്ട് നിൽക്കുക, 1.5 കോടി അങ്ങോട്ട് പോയി, 30 ഇങ്ങോട്ട് വരുന്നു, 2 ആഴ്ചക്കകത്ത് പൈസ വരും, അപ്പോൾ എല്ലാം തീരും. ഇതെല്ലാം പറഞ്ഞിട്ട് ആ മനുഷ്യണ്ട് പറഞ്ഞു, ഒരു 50 രൂപ തരാം, 2 ദോശ കഴിക്കാനാണ്. സത്യത്തിൽ ഇരിക്കൊക്കെ തന്നത്തെ കരയണമെന്ന് തോന്നി. പൈസ എറിയുന്നത് കണ്ടു, വാരി എറിയുന്നത് കണ്ടു. 50 രൂപ, അതും കോടിയുടെ കണക്ക് പറഞ്ഞിട്ടാണ്. 50 രൂപ തരാമോ 2 ദോശ കഴിക്കാൻ? ഓർക്കുമ്പോൾ സങ്കടം വരും. പക്ഷേ ഇതൊക്കെ ഉള്ളു മനുഷ്യൻ്റെ അവസ്ഥ. സമ്പാദിപ്പാൻ ഒരു കാലം, അത് അതുപോലെ എറിഞ്ഞു കളയാൻ ഒരു കാലം. കണ്ടോ, സൂക്ഷിച്ച് വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം. പിന്നെ മറ്റൊരു കാലമാണ് മിണ്ടാതിരിപ്പാൻ ഒരു, ദോഷിപ്പാൻ ഒരു, സ്നേഹിപ്പാൻ ഒരു കാലം. അത് വ്യക്തിജീവിതത്തിലും സത്യമാണ്, കുടുംബജീവിതത്തിലും സത്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. എത്ര കാലം വരെ മിണ്ടാതിരിക്കും? 15 വർഷം മിണ്ടായിരുന്ന അമ്മച്ചിയെ എനിക്കറിയാം. അച്ഛൻ മരിച്ചു, ഇപ്പം കരയുക, മിണ്ടണമായിരുന്നു. പക്ഷേ എന്നാലും മിണ്ടാതിരിക്കാൻ ഒരു കാലം. മിണ്ടാതിരിക്കുന്നത് കൂടുതലും സഹോദരിമാരാണ് അല്ലേ? പിണങ്ങിയാൽ കുറേ ദിവസം മിണ്ടാതിരിക്കും. അങ്ങനെ ഒരു അച്ചായം അമ്മമ്മ മിണ്ടാതിരിക്കുക. പഠിച്ച പണി 18 നോക്കി അമ്മമ്മയൊന്നും മിണ്ടുന്നില്ല. ഒടുവിൽ അച്ചായൻ ഒരു കാര്യം ചെയ്തു, എങ്ങനെങ്കിലും മിണ്ടിക്കണ്ടേ. പുള്ളിക്കാണെങ്കിൽ മിണ്ടായിരുന്നിട്ട് അങ്ങ് ശ്വാസം മുട്ടുകയാണ്. പുള്ളിക്കാരത്തേക്ക് ഒരു കുഴപ്പവും ഇല്ലതാനും. അപ്പം അവസാനം അടവിൻ്റെ അവസാനത്തെ അടവെടുത്തു. എല്ലാം തപ്പാൻ തുടങ്ങി. ട്രോ ഊരി തപ്പുന്നു, മേശ പൊക്കി തപ്പുന്നു, കട്ടിലിൻ്റെ മെത്തയ്ക്കടി തപ്പുന്നു, അലമാരി വലിച്ചിട്ട് തപ്പുന്നു. ഇവക്കൊരു പിടിയും കിട്ടുന്നില്ല, എന്തോ തപ്പുന്നു. ഒടുവിൽ ക്ഷമ കെട്ട് അവൾ ചോദിച്ചു, ചേട്ടാ എന്താ ഈ തപ്പുന്നു? അവൾ പറഞ്ഞു, കിട്ടിപ്പോയി. എന്താ, നിനക്ക് നാക്കൊണ്ടോന്ന് തപ്പിയോ? നിനക്ക് നാക്കൊണ്ടോന്ന് തപ്പി. അപ്പം മിണ്ടാതിരിക്കാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം. പിന്നെ സംസാരിച്ചാൽ കൊതി തീരാത്ത ഒരു കാലം, പിന്നെ മിണ്ടാത്ത ഒരു കാലം. യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലം. അപ്പം മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും എന്തുണ്ട്? കാലങ്ങളുണ്ട്. ഈ കാലങ്ങൾ ഇങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്യും. എന്നാൽ മനുഷ്യൻ്റെ കാലം 4ആണ്. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും. അതും വേഗം മാറും. അതാണ് സഭാപ്രസംഗി ജ്ഞാനിയാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് ആരെ അറിയണം? സൃഷ്ടാവിനെ അറിയണം. എന്തെന്നാൽ നിൻ്റെ കാലം മാറുമെന്ന് നീ അറിയണം. യൗവനക്കാരാ, നിൻ്റെ കാലം മാറുമെന്ന് നീ അറിയണം. എന്താ കാര്യം ചോദിച്ചാൽ, നിനക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന ഒരു കാലം വരും. യൗവനവും വാർദ്ധക്യവും തമ്മിലുള്ള വലിയൊരു കോൺട്രാസ്റ്റ് ഉണ്ട്, വൈരുദ്ധ്യമുണ്ട്. എന്താണ് ആ വൈരുദ്ധ്യം? യൗവനത്തിൽ എല്ലാത്തിനോടും ഇഷ്ടമാണ്, എന്നാൽ വാർദ്ധക്യത്തിൽ ഒന്നിനോടും എന്തില്ല? ഇഷ്ടം തോന്നത്തില്ല. കഴിക്കാൻ ഇഷ്ടമാണ് യൗവനത്തിൽ, പക്ഷെ വാർദ്ധക്യത്തിൽ എന്തില്ല? ഒന്നും ഇഷ്ടം തോന്നത്തില്ല. യാത്രയ്ക്ക് ഇഷ്ടമില്ല, ശബ്ദം കേൾപ്പാൻ ഇഷ്ടമില്ല, എല്ലാത്തിനോടും ഒരു അനിഷ്ടം തോന്നുന്നൊരു കാലം. യൗവനമോ എല്ലാത്തിനോടും ഇഷ്ടം തോന്നുന്നൊരു കാലം. അതുകൊണ്ടാണ് പറയുക, നോക്കൂ, നിനക്കൊരു കാലം വരും, അതുകൊണ്ട് നീ അറിയണം, ഈ കാലം മാറും. അന്ന് സംഭവിക്കാൻ പോകുന്ന കാലങ്ങൾ എന്താ? വീട്ടുകാവൽക്കാർ എന്തു ചെയ്യും? വിറയ്ക്കും. കാലം മാറും, വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അർത്ഥം എന്താ? കയ്യും കാലും ഒക്കെ എന്തു ചെയ്യും? വിറയ്ക്കാൻ തുടങ്ങും. പാർക്കിൻസൺസ് വരാം, ബലം കുറയാം, ബലവാന്മാർ കുനിയും. അർത്ഥം നടുവിന് പ്രശ്നമാവും. എനിക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു അച്ചായി ഉണ്ട്, ഭയങ്കര സ്നേഹ, കാനഡ സായിപ്പ, 6 അടി 6 ഇഞ്ച് എന്തോ പൊക്കമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പം പറഞ്ഞു 6 അടി കുറഞ്ഞു 2-3 ഇഞ്ച്. എന്താ കാര്യം ചോദിച്ചാൽ, പ്രായം കൂടിയപ്പം കുനിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരു മനുഷ്യൻ്റെ പൊക്കം കുറയുമോ. കുറേ കഴിഞ്ഞപ്പോൾ 6 അടി 6 ഇഞ്ചുകാരൻ ഇപ്പോൾ അളന്ന 6 അടി 2 ഇഞ്ച് ആയതേ ഉള്ളൂ. കുറേ ഇഞ്ച് എന്തിയേ കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? കൂനിപ്പോയി. ബലവാന്മാർ കുനി. കണ്ടില്ലേ? ബലവാന്മാർ കുനിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അർത്ഥം പല്ല് പൊഴിയാൻ തുടങ്ങും. പിന്നെ കിളിമാതിക്കൂടെ നോക്കുന്നവരെല്ലാം എന്തു ചെയ്യും? അന്ധന്മാരാവും. അർത്ഥം കണ്ണിൻ്റെ കാഴ്ച പോകും. ഇപ്പം എല്ലാവരും ഇരിക്കുകയല്ലേ മക്കളെ, രാത്രി ആ ഫോണൊന്ന് അമ്മ പിടിച്ച് മേടിച്ചാൽ എന്തൊരു ബഹളമാടാ. മുഴുവൻ രാത്രിയും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇരുന്നോ മക്കളെ, കണ്ട് ആസ്വദിക്കുക. രാത്രി മുഴുവൻ കണ്ടോ, കുറച്ച് കഴിയുമ്പം കാണത്തേ ഇല്ല കേട്ടോ.
എല്ലാം ഒന്നും കാണത്തില്ല, എല്ലാം വെളുത്തിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴേ കാഴ്ച കുറയ്ക്കണേ. പൊന്നല്ലേ, ഒരു 9 മണി കഴിഞ്ഞ് ഞാൻ കൊടുത്തേക്കാമോ? സമ്മതിച്ചു, ഓക്കെ. ഒന്ന് എല്ലാവരും പിടിച്ച് വഴക്കുണ്ടാക്കി ഇരിക്കുക. രാത്രി ഏറെ അധികം ഉപയോഗിക്കില്ലേ മക്കളെ, കുറച്ച് കഴിയുമ്പോൾ എന്ത് പോകും? കണ്ണിൻ്റെ കാഴ്ച പോകും. അപ്പം കണ്ണിൻ്റെ കാഴ്ച പോകും. കിളിവാതിൽ കൂടെ നോക്കുന്നവരെന്താകും? അന്ധന്മാരാകും. തെരുവിലെ കഥകളെല്ലാം എന്തു ചെയ്യും? അടയും. എന്താണ്? ഇയർ ഡ്രം എല്ലാം പ്രശ്നം വരും. പിന്നെ അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അർത്ഥം, അന്ന് സ്പീഡിൽ കഴിക്കുന്നവർ പിന്നെ എന്തു ചെയ്യും? ബാല്യവും വാർദ്ധക്യവും ഒരുപോലെ. ബാല്യത്തിൽ 2 മണിക്കൂർ എടുക്കും പിള്ളേരെ കഴിപ്പിക്കാൻ. വാർദ്ധക്യത്തിൽ എങ്ങനെ കഴിക്കത്തുള്ളൂ? പെതുക്കെ കഴിക്കുന്നു. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ എന്ത് ചെയ്തു പോകും? ഉണർന്നു പോകും. അർത്ഥം, ഒരു വീടിൻ്റെ ഏറ്റവും വലിയ കോൺട്രാസ്റ്റാണ്. പിള്ളേരുണ്ടെങ്കിൽ 12 മണി വരെ വേണേൽ കിടക്കും. അപ്പച്ചനുണ്ട് എന്ത് ചെയ്യും? 4 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ ഉടനെ എന്തോ ചെയ്യും? പിന്നെ പുള്ളിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ് കിടക്കുന്ന കാണുന്നത്. കൊട്ട്, തട്ട്, മുട്ട്, നടത്തം, പാട്ട്, ലൈറ്റ് ഇടുന്നു, ലൈറ്റ് ഓഫാക്കുന്നു. ഇതൊക്കെ കിടക്കുന്നവരും അപ്പച്ചനൊട്ട് ഉറക്കവും ഇല്ല, ബാക്കിയുള്ളവരെ ഒട്ട് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഈ അമ്മച്ചി പറയും മനുഷ്യ അവിടെ കാണും കിടക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചൻ രാത്രി എഴുന്നേറ്റിരിക്കുകയാണ്. എന്താ കാര്യം? പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും. പിള്ളേരോ കിടന്ന് ഉറങ്ങും. കിടന്നുറങ്ങിക്കോ, പിള്ളേരെല്ലാം ഉറങ്ങിക്കോ കേട്ടോ. 10-11 മണി വരെ അങ്ങ് ഉറങ്ങിക്കണം. അങ്ങനെ ഉറങ്ങി ഒരു പെങ്കൊച്ചി ഇടയ്ക്ക് ഒരു കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. അവിടെ ആ കൊച്ചിൻ്റെ പ്രശ്നം രാത്രി മുഴുവൻ കരച്ചില്ല. അപ്പം ഞാൻ ചുമ്മാ അവിടെ അമ്മയോട് ചോദിച്ചു, ഇവളെങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണത്തിൻ്റെ തലേദിവസം വരെ 12 മണി വരെ ഉറങ്ങും. അപ്പം ഞാൻ പറഞ്ഞു, സത്യമാണ്, കർത്താവിന് മേളിൽ നിന്നൊരു കൊച്ചിനെ കൊടുക്കണം, രാത്രി ഉറക്കാത്ത കൊച്ചിനെ. അപ്പം കർത്താവ് നോക്കി ആർക്ക് കൊടുക്കണം? ഉറങ്ങി ആശ്വസിച്ചവളുടെ കയ്യിലോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ഉറങ്ങിയാൽ കിട്ടും ഉറക്കമില്ലാത്ത കൊച്ചിനെ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി ആശ്വസിച്ചു. താരാട്ട് പാടിയിരിക്കേണ്ട വരാം. ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായാൽ ഉറക്കം നടക്കുമോ? ഇല്ല. അപ്പം നോക്കൂ, പക്ഷികളുടെ ശബ്ദത്തെങ്കിൽ ഉണർന്നു പോകും. അടുത്തത്, പാട്ടുകാരത്തികളൊക്കെ എന്തു ചെയ്യും? തളരും. ശ്വാസം പിടിച്ച് പാടാൻ വയ്യാതെ വരും. അന്നവർ കയറ്റത്തെ എന്തു ചെയ്യും? പേടിക്കും. പല വീട്ടിലും 2 നിലയുണ്ട്. കയറാറുണ്ടോ? ഇല്ല. പിന്നെ ഉപദേശിമാർ വരുമ്പം പറയും ഗസ്റ്റ് റൂം മേലിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളും എപ്പോട്ട് പൊക്കോളാം. അവർക്ക് പലർക്കും എന്ത് ചെയ്യാൻ വയ്യ, കയറാൻ വയ്യ. കയറ്റത്തെ പേടിക്കും. അടുത്തത്, വഴിയിൽ വീതികൾ ഉള്ളതായിട്ട് തോന്നും. വലിയ രസമുള്ളൊരു കാര്യമുണ്ട്. ബദാം വൃക്ഷം പൂക്കും. അർത്ഥം എന്താ? ബദാം വൃക്ഷം പൂക്കും. തലമുടി എന്തു ചെയ്യും? നരയ്ക്കും. ഭയങ്കര സങ്കടമാണ് ഈ തലമുടി നരയ്ക്കുന്നത്. നരച്ച് കഴിയുമ്പോൾ നരയ്ക്കുന്നത് കറുപ്പിക്കും. എന്തിനാണെന്നറിയാമോ? സങ്കടം കൊണ്ടാണ്. പ്രായമായെന്ന് പറയുന്നതൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നരച്ചവരൊക്കെ എന്തു ചെയ്തു? കറുപ്പിക്കും. കറുപ്പിച്ച ഒരു കുഴപ്പമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ശരിക്ക് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് ചെമ്പിച്ചിരിക്കും, ഇടയ്ക്ക് വെളുത്തിരിക്കും, ഇടയ്ക്ക് കറുത്തിരിക്കും. ഞാനും ഒരു ദിവസം കറുപ്പിച്ചു. ആരോടും പറയല്ലേ, കറുപ്പിച്ചു. ലൈവല്ല മക്കളെ, എന്നാലും കറുപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. സ്കൂളിൽ ചെന്നത് കുഞ്ഞിനെയും കൊണ്ട് എന്നതാണ്. കുഞ്ഞ് സ്കൂളിൽ ശ്രദ്ധിക്കുന്നില്ല, കൊച്ചു കുഞ്ഞാണ്. അപ്പം ടീച്ചർ പറഞ്ഞു പേരൻസ് വരണമെന്ന് പറഞ്ഞു. ഞാൻ പോകാറൊന്നുമില്ല, കാരണം ഒക്കാറില്ല. വൈഫാണ് എല്ലാത്തിനും പോകുന്നത്. അന്ന് വൈഫ് പറഞ്ഞു അച്ഛനോട് വന്നേ ഒക്കത്തുള്ളൂ, കുഞ്ഞിൻ്റെ കാര്യമല്ല. ചെന്നു. ഞാനവിടെ നിശബ്ദനായ അച്ഛനായിട്ടിരിക്കുക. ഞാൻ സ്കൂളിൽ അങ്ങനെ ചെന്നിട്ടില്ല. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ കാരണം അവന് പ്രോപ്പർ അറ്റൻഷൻ കിട്ടുന്നില്ല വീട്ടിൽ നിന്ന്. സോ ഹി ഹാസ് ടു ഗെറ്റ് പ്രോപ്പർ അറ്റൻഷൻ ഫ്രം ദ ഹോം. അതാണ് അവരുടെ സൊല്യൂഷൻ. എന്നിട്ട് തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യം ടീച്ചേഴ്സ് മീറ്റിങ്ങിന് വന്നപ്പോൾ പ്രിൻസിപ്പളെല്ലാം പറഞ്ഞു, നിങ്ങളുടെ വീടൊരു വലിയ വീടാണ്. അതിനകത്ത് പറഞ്ഞാൽ വലിപ്പം കൊണ്ടല്ല, ആൾക്കാർ ഒത്തിരി ഉള്ള വീടാണ്. അപ്പോൾ എപ്പോഴും അവിടെ ആളാണ്. രാത്രി 1 മണി 2 മണി വരെ ആൾക്കാർ. അതുകൊണ്ട് അവർക്കങ്ങനെ സമയമൊന്നും കിട്ടത്തില്ലെന്ന് നിങ്ങളുടെ ഈ മോൻ്റെ പപ്പ ഒരു തിരക്കുള്ള പാസ്റ്റാന്നൊക്കെ സാറ് പറഞ്ഞായിരുന്നു. അതൊക്കെ ശരിയാണ്, നമുക്കതൊക്കെ റിയാലിറ്റി ആയിരിക്കാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും അല്ല വിഷയം. കുഞ്ഞിനെന്ത് കൊടുക്കണം? അറ്റൻഷൻ. ഞാൻ ഇപ്പുറത്തിരിക്കുക. എന്നിട്ട് ഈ ടീച്ചർ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യും, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര തിരക്കുള്ളവരാണെങ്കിൽ മാഡത്തിൻ്റെ ഫാദറല്ലേ ഇരിക്കുന്നത്, ഫാദറിനോട് പറ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പച്ചനൊന്നും ശ്രദ്ധിക്കത്തില്ല. ശരി മോളെ, അപ്പച്ചൻ നല്ലപോലെ ശ്രദ്ധിച്ചോ. അപ്പച്ചൻ എനിക്കൊക്കെ സങ്കടമായി. ഇപ്പോൾ ഇറങ്ങി വന്നിട്ട് അവളുടെ പറയാം, അപ്പം എന്നെ കണ്ട മോളെന്ന് പറയല്ലേ. ഞാൻ ഞാൻ പറയാം. വന്ന വഴി കുറേ കാര്യം വരുത്തേച്ചു. അത് എനിക്കങ്ങ് സങ്കടം വന്നു. എനിക്കങ്ങ് സങ്കടം വന്നു. നിങ്ങൾക്കാണെ വരത്തില്ലേ? എനിക്കും സങ്കടം വന്നു. പിന്നെ പരിപാടി നിർത്തി ഞാൻ ചോദിച്ചാൽ, ഇത് ചെയ്യാൻ വലിയ പാടാണ്. കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം ലൈവ് ചുമന്നിരിക്കും, അടുത്ത ദിവസം കാത്തിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, ബദാം വൃക്ഷം എന്തു ചെയ്യും? പൂക്കും. തുള്ളൻ എഴഞ്ഞ് നടക്കും. രോചനക്കുരു പലിക്കാതെ വരും.
എന്നിട്ട് പറയുന്നു മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വെള്ളിച്ചരുടെ അറ്റ് പോകും, പൊൻകിണ്ണം തകരും. എന്താ? വെള്ളിച്ചരുടെ അറ്റും ഞരമ്പ് പൊട്ടും, പിന്നെ ഒരു സ്ട്രോക്ക്, ഒരു സൈഡ് പാരലൈസ് ആകുന്നു, BP കൂടുന്നു, പൊൻകിണ്ണം തകരുന്നു, ഉറവിങ്കിലെ ചക്രം ഉടയുന്നു, ഹാർട്ട് അറ്റാക്ക്, ഭയങ്കര കീറി മുറിക്കുന്നൊരു വേദന. എന്നിട്ട് മനുഷ്യൻ കീറി മുറിക്കുന്ന ഊരുവാരും വേർക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. അതുകൊണ്ടാണ് യൗവനക്കാരാ ഇത്രയേ ഉള്ളെന്ന് അറിയുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്യണം. യൗവനം തീരുന്നതിന് മുമ്പ് സൃഷ്ടാവിനെ അറിഞ്ഞോണം. യൗവനം തീരുന്നതിന് മുമ്പ് സൃഷ്ടാവിനെ അറിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. എന്താ ഗുണമെന്നറിയാമോ? വേദപുസ്തകത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് തന്നെ ഉപേക്ഷിക്കരുതേ, ബലം ക്ഷയിക്കുമ്പോൾ കൈവിടല്ലേ. കർത്താവ് പറഞ്ഞു, നരയ്ക്കുമ്പോൾ ഞാൻ നിന്നെ ചുമക്കാം, നരയ്ക്കുവോളം ചുമക്കും. അർത്ഥം, എല്ലാവർക്കും ബാധ്യതയാകുന്ന ഒരു സമയത്ത് നിൻ്റെ വാർദ്ധക്യം ഭാരമാകാതെ അന്ന് ചുമക്കുന്നൊരു ദൈവമുണ്ട്. അന്ന് ചുമക്കണമെങ്കിൽ അതിനൊരു ഒരു സോഷ്യൽ കോണ്ടസ്റ്റ് ഉണ്ട്. നെബോ കുനിയും ബാല് വണങ്ങും. അന്നത്തെ അവർ പലതും ചുമന്നുകൊണ്ട് നടന്നതൊക്കെ അവിടെ നമ്മളെന്തെങ്കിലും ചുമന്നാൽ നമ്മുടെ പെടൽ കഴിക്കുമ്പോൾ അത് കുനിയും. അതെല്ലാം കണ്ടിട്ട്, ആ കാഴ്ചകൾ കണ്ടിട്ട് പ്രവാചകൻ പറയുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങൾ ചുമന്നിട്ട് നിങ്ങളുടെ പെടൽ കഴിക്കുമ്പോൾ കുനിയുന്നതാ. എന്നാൽ എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട്, നരയ്ക്കുമ്പം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. നരയ്ക്കുമ്പം ചുമക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആരോഗ്യമുള്ളപ്പോൾ ഈ പുസ്തകം ചുമക്കണം. പുസ്തകം ചുമന്നാൽ നരയ്ക്കുമ്പോൾ നിങ്ങളെ തമ്പുരാൻ ചുമക്കും, നിങ്ങളെ കർത്താവ് ചുമക്കും. യൗവന ദിശ കഴിയും, വാർദ്ധക്യം വന്നിടും, കുനിഞ്ഞിടും ശരീര ജീവഭാരത്താൽ. അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും, വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൗവനക്കാരെ, യൗവനത്തിൽ പുസ്തകം ചുമക്കണം, യൗവനത്തിൽ പുസ്തകം ചുമക്കണം. ഇതൊന്നും ചിലപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കുക, എന്നാൽ എനിക്കിഷ്ടമാണ്. എൻ്റെ അപ്പച്ചൻ 83 മരിച്ചുപോയി. 83 അപ്പച്ചനൊക്കെ മരിക്കുന്ന സമയത്ത് എനിക്കൊരു 10 വയസ്സേ ഉള്ളൂ, എന്നാലും നല്ല ഓർമ്മയുണ്ട് ആ കാര്യങ്ങൾ, മരിക്കുന്നതും അടക്കമൊക്കെ. അന്ന് CC മാത്യു സാർ എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു, മരുപ്രയാണക്കൂട്ടം. മരുപ്രയാണക്കൂട്ടത്തിൽ പ്രായമുള്ള ഒത്തിരി ദൈവദാസന്മാരുണ്ട്. കവുങ്ങുംപ്രയാർ ഒരു ജോർജ് സാർ, അവരുടെ ഒരു ടീമായിരുന്നു. ആ കൂട്ടത്തിലായിരുന്നു ഞങ്ങളൊരു സ്വതന്ത്ര പ്രസ്ഥാനം. എന്നാൽ അവിടെ മാസയങ്ങളൊക്കെ ഉണ്ട്. ആ ടീം മൊത്തം വന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ശവടക്കിന് നിൽക്കുകയാണ് എല്ലാവരും. ഇപ്പം വിശ്വാസികളുടെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഒറ്റ കാര്യം കണ്ടു, എല്ലാവരും പുസ്തകം പിടിച്ചുകൊണ്ടാണ് ഫോട്ടോ എടുക്കുക. ആണോ? തൃശ്ശൂരും പീച്ചിയും ഒക്കെ കുടിയേറ്റക്കാരാണ്, കുടിയേറ്റ ഗ്രാമങ്ങൾ. ഇന്നാണ് ഇഷ്ടം പോലെ സെൽഫിയൊക്കെ ഒരു വിഷയം. പണ്ട് ആയുസിൽ ഒരിക്കലേ എന്തോ എടുക്കത്തുള്ളൂ, ഫോട്ടോ എടുക്കത്തുള്ളൂ. ഫോട്ടോ എടുക്കുക അപ്പച്ചാന്ന് പറഞ്ഞാൽ അപ്പച്ചനകത്ത് പോയിട്ട് ഒന്നീ ഷർട്ടിൽ ചെറുക്ക് ഷർട്ടും കാണത്തില്ല, ഒരു ഉത്തിരിയൊക്കെ ആയിരിക്കും, ഒരു നേരിതൊക്കെ ആയിരിക്കും. എന്നാലും ഷർട്ട് വിട്ടുകൊണ്ട് വരുമ്പം കയ്യിലെന്തോ കാണും, ബൈബിള് കാണും. അപ്പച്ചൻ അവസാനവും ഫോട്ടോ എടുത്തത് എന്ത് പിടിച്ചോണ്ടാണ്? ബൈബിള് പിടിച്ചോണ്ട്. എന്തിനാ ഫോട്ടോ എടുത്തത്? അവർക്കറിയാം, ഒന്നുമില്ലായ്മയെന്ന് ഈ ഗ്രാമത്തിൽ വന്നു കയറി മണ്ണിനോടും മലമ്പാമ്പിനോടൊക്കെ അധ്വാനിച്ചപ്പോൾ അവരെ പിടിച്ചു നിർത്തിയതും ഒഴുക്കിക്കളയാഞ്ഞതും ഉരുളുപൊട്ടിയപ്പോഴും പ്രകൃതി ശോഭിച്ചപ്പോഴും ഉയർച്ച താഴ്ചകൾ വന്നപ്പോഴും പിടിച്ചു നിർത്തിയത് ഈ പുസ്തകമാണെന്നുള്ള അറിവില്ല. ആ ഫോട്ടോയ്ക്ക് ഒരു പുസ്തകം. എന്താണ് പുസ്തകം? മാറോട് ചേർത്ത് പിടിച്ചത് ഒറ്റ കാര്യമാണ്, ജീവിതത്തിൻ്റെ കുത്തൊഴുക്കലുകളിൽ ക്ഷാമത്തിൻ്റെയും പട്ടിണിയുടെയും പരാവട്ടങ്ങളുടെ ഇടയിൽ പിടിച്ചു നിർത്തിയ, ഉയർത്തിയ, മാനിച്ച, ഇതുവരെ കൊണ്ടുവന്ന ഒന്നുണ്ട്, പുസ്തകമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പുസ്തകം കരങ്ങളിലെടുത്തൊന്ന് ഉയർത്തിപ്പിടിച്ച്, പുസ്തകം കരങ്ങളിലെടുത്ത് വെച്ച് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം. ഈ പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഈ പുസ്തകത്തെ മാനിക്കണം, ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകം ലജ്ജയില്ലാതെ നടക്കണം. നടന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിന്നെ ഉയർത്തി മാനിക്കുന്ന ദൈവകൃപയുണ്ടാകും. ആശാരിപദേശി അമേരിക്കയിൽ ഇറങ്ങിയപ്പം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. പുസ്തകം തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങി. എന്ന കാര്യം ചോദിച്ചാൽ പറഞ്ഞു, ഈ പുസ്തകം എന്നെ ഇവിടെ കൊണ്ടുവന്നെന്ന്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പ്രചാരകരായി മാറുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പുസ്തകം ചുമക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആത്യന്തികമായി മനുഷ്യർക്കൊന്നും ലക്ഷ്യങ്ങൾ കുറവാണ്. പിന്നെ ആകെപ്പാടെ ഇപ്പോൾ ഉള്ള ലക്ഷ്യം ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് കാനഡയ്ക്ക് പോകണം, UK വരെ ഒന്ന് എത്തണം. അവിടെ ചെന്ന് എന്ത് പേരാ കഷ്ടപ്പെടുന്നറിയാം, കഷ്ടപ്പെടുകയാണ്. എന്തൊക്കെ എടുത്തിട്ട് അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ നിൽക്കുന്ന കാണുമ്പോൾ ഒരു പണിയും തെറ്റല്ലെന്ന് എനിക്കറിയാം, അതിനുള്ള ബോധമുണ്ട്. എങ്കിൽ പോലും കഷ്ടപ്പെടുന്നത് എന്തിനാ? എങ്ങനെയെങ്കിലും ഒരു PR കെട്ടാനാണ്. പക്ഷേ കുഞ്ഞെ, അതിലും വലിയൊരു ദർശനം വേണം. യൗവനത്തിൽ പുസ്തകം എടുത്താൽ വാർദ്ധക്യത്തിൽ നിന്നെ ഇങ്ങനെ എടുക്കും, നിന്നെ ഇങ്ങനെ എടുക്കുക. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കളോട് ചോദിച്ചോട്ടെ, നല്ല യൗവനമുണ്ട്, ആ സമയത്ത് ഈ പുസ്തകം എടുക്കണം.
ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കാലം. ഇപ്പോൾ അത്രയും തീഷ്ണതയുണ്ടോയെന്നൊരു സംശയം. അന്ന് ഈ ക്യാമ്പിലൊക്കെ പോയി ഭയങ്കര ഒരു ഉൾവിളിയൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് കോളേജ് സമർത്ഥമാണ്, പിള്ളേരെ കൊണ്ടും സമർത്ഥം. പ്രീ ഡിഗ്രി കൂടെ കോളേജിലുണ്ട്. ഇപ്പോൾ അത് ഡിറ്റാച്ചായി, +2 ആയി. അന്ന് പ്രീ ഡിഗ്രിയുടെ കോളേജ് കൊണ്ടുകൊണ്ട് കോളേജ് രാഷ്ട്രീയമൊക്കെ സജീവമാണ്. SFIക്കാരൻ ഇപ്പോൾ ഉണ്ട്, KSUക്കാരുണ്ട്, KSCക്കാരുണ്ട്, ABPയുടെ സാന്നിധ്യമൊക്കെ ഒന്നുണ്ട്. ഇപ്പോൾ SFIക്കാരൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുക. വി സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. പുതിയ വിദ്യാർത്ഥികൾ വരുമ്പോൾ റെഡ് സല്യൂട്ട് കൊടുത്ത് തിലകച്ചാർത്ത് കാറ്റി അവർ കയറ്റിയിടുക. KSUക്കാർ പറയുന്നു വി സല്യൂട്ട്, ബ്ലൂ സല്യൂട്ട് ടു ന്യൂ കമേഴ്സ്. അങ്ങനെ അവർ നിൽക്കുകയാണ്. അടുത്തത് മറ്റവരുടെ ഊഴം. ഇതിനിടയ്ക്ക് ഞങ്ങൾ 3 പിള്ളേർ ട്രാക്റ്റ് കൊടുത്തത് ലേഡി മാക്ബത്തിനെ ആധാരമാക്കി ഒരു ട്രാക്റ്റ് അടിച്ചു, മോഹങ്ങളെ വിട. ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം, അന്ന് കോളേജിൽ ഡിഗ്രി പഠിക്കാറുണ്ടായിരുന്ന ഒരു നാടകത്തെ ആധാരമാക്കി ട്രാക്റ്റ് എഴുതി. ആ ട്രാക്റ്റ് എഴുതി എല്ലാവർക്കും കൊടുത്തു. ഇന്നടത്ത് പ്രെയർ ഗ്രൂപ്പുണ്ട്, എല്ലാവരും കളിയാക്കി. പക്ഷേ അന്ന് 3 പേരാണ് നിന്ന് കൊടുത്തത്. അവർ 2 പേര് അമേരിക്കയിലുണ്ട്. ഒട്ടും കുറയാതെ ദൈവം എന്നെ മാനിച്ചു. അന്ന് SFIക്ക് മുദ്രാവാക്യം വിളിച്ച ഒരു കിടിലൻ ശബ്ദമുണ്ട്. ആ ശബ്ദം ഒരു 1.5 കിലോമീറ്റർ കയറും. പുള്ളിക്കാരൻ ഇംഗ്ല വിളിക്കുമ്പോൾ എക്സാജറേഷൻ അല്ല, ഈ ജനൽപ്പാലിയൊക്കെ കിട്ടുങ്ങും, എക്കോയൊക്കെ ഉണ്ടാവും. അത്ര ശബ്ദമാണ്. എന്തോ ഉശിരാന്നറിയാം, എന്തോ ഉയര. പുള്ളി എൻ്റെ ഒരു ആരാധനാപാത്രമായിരുന്നു. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അന്ന് അച്ചാച്ചാന്നൊക്കെ വിളിക്കും, അവർ ചേട്ടന്മാരാണ്. ഭയങ്കര ശബ്ദമാണ്. പക്ഷേ ഇന്ന് ആ പുള്ളി എൻ്റെ വിശ്വാസിയാണ്. ഞാൻ പറയും, അച്ചാച്ചാ ഒന്ന് പ്രസംഗിച്ചേ. പണ്ടത്തെ ഒരു പ്രസംഗം വേണ്ട, നീ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടോളാം, അത് മതി. ദൈവം ഒരു കാര്യം, പുസ്തകം എടുത്താൽ ഉയർത്തും. പുസ്തകത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ മക്കളെ? കർത്താവിന് വേണ്ടി. കൂട്ടുകാർ പിരിയും, സഹോദരർ കൈവിടും. ഇന്നുള്ള കൂട്ടുകാരൊക്കെ നാളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല. +2 കഴിയുമ്പം, ഡിഗ്രി കഴിയുമ്പം അവർ പോകും. പിന്നെ ഏതെങ്കിലും ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിലുള്ള മരിച്ചാൽ ഒരു കണ്ടോളൻസ്, അത്രയേ ഉള്ളൂ. അതും ഗ്രൂപ്പിലാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കണ്ടോളൻസ് പറയുന്നതിന് വല്ല കാര്യമുണ്ടോ മക്കളെ? പിന്നെ എന്തെങ്കിലും ഒരു അസുഖമോ ആക്സിഡൻറ്റോ ഉണ്ടായെന്ന് കേട്ടാൽ ഒരു സഹതാപം, അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് നിന്നെ താങ്ങുന്ന ഒരു ദൈവം കാണും. എന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യൗവനത്തെ കർത്താവിന് വേണ്ടി എനിക്ക് നിൽക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇന്നേ പ്രാർത്ഥിക്കാൻ പോവുക. എൻ്റെ യൗവനത്തെ എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഇന്നേ. ആരെയും നോക്കരുത്, ധൈര്യമായിട്ട് എഴുന്നേ. എല്ലാവരും കണ്ണടച്ച് എൻ്റെ യൗവൻ ആ കണ്ണാടി വെച്ച മോന്, ആ ഫാനോട് കുഞ്ഞെ നിന്നെപ്പറ്റി ദൈവത്തിന് വലിയൊരു. മോൻ്റെ പേരെന്നാ? മോൻ എന്ത് ചെയ്യുക? +2. നിനക്ക് കർത്താവിൻ്റെ ഒരു വലിയൊരു അഭിഷക്ത വിളി കിടപ്പുണ്ട് നിൻ്റെ മേൽ. മോനത് ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നിന്നെപ്പറ്റി ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിന്നെപ്പറ്റി വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട്. നീ അതനുസരിച്ച് ദൈവസന്ധി ഒരുങ്ങിക്കോണം. കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ പ്ലാനുണ്ട്. കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, ഇവർക്കായി ഒന്ന് പ്രാർത്ഥിച്ചു. ചില കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്നേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കൈവെപ്പ് വലിയൊരു അനുഗ്രഹമാണ്. തിമോത്തിയോസിനോട് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം. കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരുടെ കൈവെപ്പ് വലിയൊരു അനുഗ്രഹമാണ്. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, അതൊരു ലജ്ജയായിട്ട് കാണരുത്. അത് വലിയൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കേണ്ട കുഞ്ഞുങ്ങളെല്ലാം മുമ്പിൽ വന്നേ. ഇത്രയും ദൈവദാസന്മാരിവിടെ ഉണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കണം. ഒറ്റ ആയുസേ ഉള്ളൂ, ഒരായുസൂടി ഇല്ല മക്കളെ. നമുക്കത് പ്ലേ ചെയ്യാനൊക്കത്തില്ല, നമുക്കത് പ്ലേ ചെയ്യാനുള്ളതല്ല. ഷബാന, ഹത്തുനിയ, റഗനിയ, എല്ലാ മാതാപിതാക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിച്ച്. ആരും കുഞ്ഞുങ്ങളെ ഉന്തി വിടരുത്. നിങ്ങളുടെ മനസ്സ് ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ വരാവൂ. ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ വരാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തലമുറ വരും, അടുത്ത സീസൺ വരും. പക്ഷെ തലമുറകളുടെ ദൈവമുണ്ട്. ഒരു തലമുറ വരും, ഒരു തലമുറ പോകും. പക്ഷെ 90-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, തലമുറയായി ദൈവം നമ്മുടെ സങ്കേത. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ നാം കാണുന്നു, ഞങ്ങളുടെ മേൽ പകർന്ന അങ്ങയുടെ ആത്മാവും ഞങ്ങളുടെ വായി തന്ന വചനങ്ങളും ഞങ്ങളുടെ വായുന്നു, സന്തതിയുടെ വായുന്നു, സന്തതിയുടെ വായുന്നു, അറ്റുപോകാതെ കാക്കുന്നൊരു ദൈവമാണ്.